ഹായ് ഓൾ. നിങ്ങൾ ഈ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അപ്ഡേഷൻസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസൈറ്റ് 360 ആപ്പും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇൻസൈറ്റ് 360യുടെ മെന്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നീറ്റ് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് ഇടം പിടിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെന്നില്ല. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. പ്രവേശന നടപടികൾ പൂർത്തിയാക്കാൻ മറ്റു പല പ്രക്രിയകളും അലോട്ട്മെന്റുകളും അത്യാവശ്യമാണ്. ഇപ്പൊ വിവിധ സംസ്ഥാനങ്ങളിലെ അപേക്ഷകൾ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കീം അപേക്ഷ പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളായ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ പ്രവേശനത്തിനായിട്ട് ആ സംസ്ഥാനങ്ങളുടെ നിയമങ്ങൾക്കനുസരിച്ച് അപേക്ഷിക്കേണ്ടി വന്നേക്കാം. ഓരോ സംസ്ഥാനത്തിനും അവിടുത്തെ പ്രവേശനത്തിന് സ്വന്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്, നേറ്റിവിറ്റി നിയമങ്ങളുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് ഏത് സ്റ്റേറ്റിൽ അപേക്ഷിക്കാൻ അർഹതയുണ്ട് എന്നത് ആ സ്റ്റേറ്റിന്റെ നേറ്റിവിറ്റി നിയമങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നാൽ തമിഴ്നാട്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഡ്യുവൽ നേറ്റിവിറ്റി, രണ്ട് സംസ്ഥാനങ്ങൾ ഒരേ സമയം നേറ്റിവിറ്റി അവകാശപ്പെടുന്നത് അംഗീകരിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എയിംസ്, ജിപ്മർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് ഡൊമേഴ്സ്യൽ മാനദണ്ഡങ്ങൾ ബാധകമല്ല. നിങ്ങൾ ഏത് സംസ്ഥാനത്താണ് ജനിച്ചതെന്നോ അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ പ്ലസ് ടു പഠിച്ചു എന്നോ എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും അവിടെ പ്രസക്തമല്ല. എല്ലാ സ്റ്റുഡൻസിനും, രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ തന്നെയാണ് അവിടുത്തെ റൂള്. അപ്പൊ ഗവൺമെന്റ് വൈസ് മാനേജ്മെന്റ് സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് സീറ്റുകളിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ സ്വകാര്യ കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റുകളാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം അപേക്ഷകൾ നൽകേണ്ടതായിട്ട് അത്യാവശ്യമാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇൻസൈറ്റ് 360 മെന്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം. സോ പ്ലീസ് ഷെയർ ദിസ് ഇൻഫർമേഷൻ ആൻഡ് ഡൗൺലോഡ് ദി ഇൻസൈറ്റ് 360 ആപ്പ്.